ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ കഥയുടെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദുഷ്ടയായിട്ടുള്ള മേഘ വരെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക അവളെ രക്ഷിച്ചത് കാരണം അവളിപ്പോൾ നന്മയുടെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഥ അവസാനിക്കാറായി. ഇനി 2-3 എപ്പിസോഡും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ചന്ദ്രികയ്ക്ക് എതിരായിട്ട് കോടതി ശിക്ഷ വിധിച്ച സമയത്ത്, അതായത് മഹേഷിനെ കൊന്നതിന് ചന്ദ്രികയ്ക്ക് ജീവപര്യന്തം കോടതി വിധിച്ച സമയത്താണ് മേഘ അങ്ങോട്ടേക്ക് വരുന്നത്. മേഘ പറയുന്നുണ്ട്, ചന്ദ്രികയ്ക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എനിക്ക് കോടതിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മേഘ പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രികയെ മലറിനെ തട്ടിക്കൊണ്ട് പോയതിന് ശേഷം മേഘയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും, മേഘ ചെന്ന സമയത്ത് ചന്ദ്രിക ബിയർ ബോട്ടിൽ വെച്ച് അടിച്ചിട്ട് മഹേഷിനെ അടിച്ചിട്ട് അവിടുന്ന് മലറിനെയും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് മഹേഷും മേഘയും തമ്മിലുണ്ടായ വാഗ്വാദത്തിലാണ് മേഘ മഹേഷിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചത്. കാരണം മഹേഷ് എല്ലാ തെറ്റുകളും മേഘ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് പോലീസിൽ സറണ്ടർ ആവാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ സറണ്ടർ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നാലെ പോലീസ് മേഘയും പിടികൂടും എന്നുള്ള ഭയവും, അതുപോലെ തന്നെ മഹേഷ് മരിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റക്കാരിയാക്കിയിട്ട് ചന്ദ്രികയെ മാറ്റാമെന്നുള്ള അവളുടെ ഒരു കണക്കുകൂട്ടലുമായിരുന്നു മഹേഷിനെ കൊല്ലാൻ മേഘയെ പ്രേരിപ്പിച്ചത്. അങ്ങനെ മഹേഷിൻ്റെ തലക്കടിച്ചിട്ട് അവൻ അവിടെ വീണതുവരെയുള്ള കാര്യങ്ങളൊക്കെ മേഘ പോലീസ് അവിടെ കോടതിയിൽ പറയുകയാണ്. അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ആ ഇരുമ്പ് പൈപ്പിൽ നിന്നും എൻ്റെ ഫിംഗർ പ്രിൻ്റ് മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. മേഘ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തോർത്ത് പറയുവാണ്. എല്ലാം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രിക ഉൾപ്പെടുന്ന ആളുകളൊക്കെ ആകെ തരിച്ചു നിൽക്കുവാണ്. മഹേഷിനെ കൊന്നത് ചന്ദ്രികയല്ല, ആ കൊലപാതകം ചെയ്തത് ഞാനാണ്, എനിക്കതിനുള്ള ശിക്ഷ തന്നോളൂ എന്ന് പറഞ്ഞ് മേഘ പൊട്ടിക്കരയാണ് കോടതിയെ നോക്കിയിട്ട്. മേഘയുടെ ആ ഒരു മാപ്പ് സാക്ഷിയായിട്ടുള്ള സംസാരം മേഘയുടെ വക്കീലിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. കാരണം അത്രയും നേരം അവർ സംസാരിച്ചത് മേഘയ്ക്ക് വേണ്ടിയിട്ടാണ്, ചന്ദ്രികയെ കുറ്റക്കാരിയാക്കിയത്. പക്ഷേ ഇപ്പോൾ മേഘ നേരെ ചന്ദ്രികയ്ക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവൾ കോടതിയോട് കരഞ്ഞുകൊണ്ട് കൈകൂപ്പിയിട്ട് പറയാണ്, ചന്ദ്രികയെ വെറുതെ വിട്ടേക്ക്, അതിനുള്ള ശിക്ഷ എനിക്കാണ് വേണ്ടത്. ചന്ദ്രികയെ ദയവ് ചെയ്ത് കോടതി വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത അതിശയാണ് തോന്നുന്നത്. പക്ഷേ സിദ്ധാർത്ഥ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വല്ലാത്ത സന്തോഷവും, അതുപോലെ തന്നെ ചന്ദ്രികയ്ക്ക് അവിടുന്ന് മോചനം കിട്ടുമെന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മനീഷിനും മനോഹരനും ചന്ദ്രിക കുറ്റവിമുക്തയായതിൽ സന്തോഷമുണ്ടെങ്കിലും കോടതിക്ക് മുമ്പിൽ വെച്ച് മേഘ ഇപ്പോൾ ഏറ്റുപറഞ്ഞിരിക്കുന്നത് ഒരു കൊലപാതകിയാണ് അവളെന്നാണ്. ആ ഒരു നിരാശ അവരുടെ രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു. മേഘ അപ്പോൾ കോടതിയോട് പറയുന്നുണ്ട്, ചന്ദ്രികയോടുള്ള എൻ്റെ അസൂയ കൊണ്ടും അവൾ ഒരു കാലത്തും രക്ഷപ്പെടരുതെന്നും എപ്പോഴും അവൾ നശിക്കണമെന്നുമുള്ള എൻ്റെ ഒരു ചിന്ത കാരണമാണ് ഇങ്ങനൊരു കൃത്യം ഞാൻ അവൾക്കെതിരെ ചെയ്തത്. മേഘ കുറ്റബോധത്തോടു കൂടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അവളോട് വല്ലാത്ത പാവം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ അവളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, പക്ഷേ ഇത്രയൊക്കെ ഞാൻ അവൾക്കെതിരെ ചെയ്തിട്ടും ഞാനും എൻ്റെ മകൾക്കും ഒന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് അവളുടെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. മേഘയോട് അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഒരു നേരം സഹതാപവും ഒരു നേരം ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മേഘ വകവെക്കുന്നില്ല. അവൾ കോടതിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ചന്ദ്രികയെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, എന്നിട്ട് എന്ത് ശിക്ഷയാണോ മഹേഷിനെ കൊന്നതിനുള്ളത് അത് എനിക്ക് തന്നേക്ക്. ചന്ദ്രിക ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ ഒരു കൊലപാതകത്തിന് എന്ത് ശിക്ഷ കോടതി വിധിച്ചാലും അത് ഞാൻ സ്വമനസാലെ സ്വീകരിച്ചോളാം. അതും പറഞ്ഞ് മേഘ താഴേക്ക് നോക്കി പൊട്ടിക്കരയാണ്. എല്ലാവർക്കും മേഘയോട് സഹതാപം തോന്നുന്നുണ്ട്. അവസാനം കോടതിയുടെ ഉത്തരവ് വരികയാണ്. കൊലയാളി തന്നെ നേരിട്ട് കോടതിയിൽ വന്ന് താനാണ് കൊല ചെയ്തത് എന്നും അതിനുള്ള ഉണ്ടായ സാഹചര്യവും മൊത്തം ഈ കോടതിക്ക് മനസ്സിലാക്കി തന്നതിനാൽ ചന്ദ്രികയെ ഈ കേസിൽ നിന്നും കോടതി നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഒരേ സമയം ചന്ദ്രികയ്ക്ക് സന്തോഷവും സങ്കടവും തോന്നുന്നുണ്ട്. അവൾ മേഘയെ നോക്കുന്ന സമയത്ത് മേഘ കരഞ്ഞുകൊണ്ട് ചന്ദ്രികയ്ക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുവാണ്. സിദ്ധാർത്ഥിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ മലറിനും ലക്ഷ്മിക്കും മഹേന്ദ്രനും സന്തോഷമുണ്ടെങ്കിലും മറുഭാഗത്ത് മേഘയാണ് കുറ്റം ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമവും ഉണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിലും മേഘയാണെങ്കിലും അവർക്ക് ഒരുപോലെ തന്നെയാണ്. മേഘയുടെ ഈ ഒരു സ്വഭാവം കാരണം മേഘയെ അകറ്റി നിർത്തുന്നു എന്നല്ലാതെ ഇത്രയും വർഷം 25 വർഷത്തോളം മേഘയെ അവരാണ് വളർത്തി വലുതാക്കിയത്, അവരുടെ മകളായി കണ്ടിട്ട്. അതുപോലെ തന്നെയാണ് മനീഷിനും മനോഹരനും. ചന്ദ്രികയെ കുറ്റവിമുക്തിയാക്കിയതിൽ സന്തോഷമുണ്ടെങ്കിലും മറുഭാഗത്ത് മേഘയാണ് ജയിലിൽ പോകുന്നത് എന്നോർത്ത് ഒരു ഭാഗത്തുള്ള സങ്കടം വേറെയും. മേഘയ്ക്ക് കൂടുതലായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ ചന്ദ്രികയ്ക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്ക് അത്രയും കാലം അവൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഒന്നിച്ച് മനസ്സിൽ വന്നൊരു പ്രതീതിയായിരുന്നു. അപ്പോൾ കോടതി പറയുന്നുണ്ട്, മഹേഷിനെ കൊന്ന മേഘയെ 14 ദിവസം റിമാൻഡിൽ വെച്ച് പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ കോടതി വിട്ടിരിക്കുന്നു. അതിനുശേഷം കോടതി പിരിയുകയാണ്.
അപ്പോഴും മേഘയ്ക്കൊന്നും പറയാനില്ല. എന്ത് ശിക്ഷ സ്വീകരിക്കാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തതായിരുന്നു. അപ്പോഴും അവൾ ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. സിദ്ധുവും മലരും ആണെങ്കിൽ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് പൊട്ടി കരയാണ്. മലർ, അമ്മ രക്ഷപ്പെട്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ മഹേന്ദ്രൻ ലക്ഷ്മിയും ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രികയും കോടതിക്കൂട്ടിൽ നിന്ന് മലർ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഓടി ഇറങ്ങി വരികയാണ്. അതുപോലെ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയി മലരും ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്, അമ്മ എന്ന് വിളിച്ചുകൊണ്ട്. അവരെല്ലാവരും ഒന്നു ചേർന്ന് സന്തോഷത്തോടെ ചിരിക്കുവാണ്. സിദ്ധുവും ലക്ഷ്മിയും മഹേന്ദ്രനും ചന്ദ്രികയും മലരും അതുപോലെ തന്നെ അവരുടെ ഭാഗം വക്കീലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് മേഘ സംതൃപ്തിയോടു കൂടിയാണ് നിൽക്കുന്നത് ഇത്തവണ. അതേസമയം മേഘയുടെ സഹോദരിയായിട്ടുള്ള പൂജ അവിടെ ഉണ്ടായിരുന്നു കോർട്ടിൽ. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ മഹേഷിനെ കൊന്നത് നീയായിരുന്നോ? കോർട്ടിന് പുറത്തിറങ്ങിയിട്ട് ചന്ദ്രികയും ബാക്കിയുള്ളവരൊക്കെ മേഘയെ കാത്തു നിൽക്കുകയാണ്. പോലീസുകാർക്കൊപ്പമാണ് മേഘ വരുന്നത്. എല്ലാവരെയും കണ്ട സമയത്ത് മേഘ പറയുന്നുണ്ട്, സർ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അവർക്കൊപ്പം തന്നെ മനീഷും പ്രിയയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും മേഘ പോലീസുകാരോട് പറഞ്ഞത്, ഞാൻ ചന്ദ്രികയോട് സംസാരിച്ചിട്ട് വരാം, എത്രയും പെട്ടെന്ന് സംസാരിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മേഘയെ വിടുന്നത്. മേഘ വേഗം തന്നെ ചന്ദ്രികയുടെയും ബാക്കിയുള്ളവരുടെയും അടുത്തേക്കാണ് പോകുന്നത്. ചന്ദ്രിക, എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയ്ക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ് മേഘ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ചു വന്ന സുഖസൗകര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതും ബാക്കിയുള്ള സ്വത്തുക്കൾ എൻ്റെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ടതും ഒക്കെ കൊണ്ടായിരുന്നു ഇത്രയും കാലം ഞാൻ നിന്നോട് ദേഷ്യത്തോടെ പെരുമാറിയത്. ഞാൻ തോറ്റതിന് കാരണം നീയാണെന്ന് ഇത്രയും കാലം ഞാൻ കരുതിയത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണെന്ന് നീ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി തന്നു. നിൻ്റെ നല്ല മനസ്സിന് നീ ഇനി സന്തോഷത്തോടെ ജീവിക്കും. പക്ഷേ ഞാൻ ഇത്രയും കാലം ചെയ്ത തെറ്റിനും എൻ്റെ മനസ്സിൻ്റെ നന്മയില്ലാത്തതും കാരണം ഇനിയുള്ള എല്ലാ തെറ്റുകളും എല്ലാ ശിക്ഷകളും ഞാൻ അനുഭവിക്കും. മേഘ പറയുന്നത് കേട്ട് സഹതാപത്തോടെ നിൽക്കുവാണ് ലക്ഷ്മിയും മഹേന്ദ്രനും. പിന്നീട് മേഘ നോക്കിയത് അവരെ രണ്ടുപേരെയാണ്. മേഘ നേരെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛാ, നിങ്ങളെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് അപമാനം നേരിടേണ്ടി വന്നു, ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു. എനിക്ക് മാപ്പ് തരണം. അതും പറഞ്ഞ് മേഘ കൈകൂപ്പിക്കൊണ്ട് കരയുവാണ്. അവളുടെ ആ ഒരു സംസാരം തന്നെ മഹേന്ദ്രൻ്റെ മനസ്സലിയിക്കുന്നതായിരുന്നു. അയാളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പാണെങ്കിലും മഹേഷിൽ നിന്നും മേഘ മഹേന്ദ്രനെ രക്ഷപ്പെടുത്തിയതാണ്. കാരണം അന്നും അവൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് അയാളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന്. അതിനുശേഷം ലക്ഷ്മിയോട് പറയാണ്, ചന്ദ്രിക നിങ്ങളുടെ മകൾ മാത്രമല്ല, അവൾ നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ്. ഇവളെ എപ്പോഴും സന്തോഷത്തോടെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. അത് കേട്ട് ലക്ഷ്മിക്ക് തന്നെ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിഞ്ഞ് ചന്ദ്രികയോട് വീണ്ടും മേഘ പറയുന്നുണ്ട്, ചന്ദ്രിക, ഞാൻ കാരണം ഇതുവരെ അച്ഛനും അമ്മയും ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ജീവിതത്തിൽ അവർക്ക് ഞാൻ സമാധാനം കൊടുത്തിട്ടില്ല. ഇനി മുതൽ നീ ഇവരെ നന്നായിട്ട് സന്തോഷിപ്പിക്കണം. അതിനുശേഷം പിന്നീട് സിദ്ധാർത്ഥിനെയാണ് നോക്കുന്നത്. എന്നിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു, നീ ചന്ദ്രികയോടൊപ്പം ഒന്നിച്ച് ജീവിക്കരുത് എന്ന് കരുതിയിട്ട് ഞാൻ നാണം കെട്ട കേവലമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് പക്ഷേ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. ഒന്നാമത് അവളുടെ ഗർഭത്തിന് ഉത്തരവാദി താനാണെന്ന് പറഞ്ഞ ആ ഒരു സമയം തൊട്ടേ സിദ്ധാർത്ഥിന് അവളോട് തീരെ താല്പര്യമില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി, എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പിക്കൊണ്ട് അവന് മുന്നിലും മാപ്പ് പറഞ്ഞ് കരയാണ്. നീ ചന്ദ്രികയ്ക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. ചന്ദ്രികയ്ക്കും മലറിനും ഒരു കുറവുമില്ലാതെ നിങ്ങൾ 3 പേരും സന്തോഷത്തോടെ കുടുംബം നയിക്കണം. പിന്നീട് മലറിൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ മുഖം കൈകൾക്കുള്ളിലാക്കിയിട്ട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പറയുന്നുണ്ട്, മലർ, നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. എന്നിട്ട് അവളുടെ കവിളിലൊരു ഉമ്മ കൊടുക്കുവാണ്. മേഘയിൽ നിന്നുണ്ടായ അത്തരമൊരു അനുഭവം ചന്ദ്രികയ്ക്ക് പോലും ആദ്യമായിട്ടായിരുന്നു. കാരണം മലറിനെ കണ്ട എപ്പോഴും മേഘ പുച്ഛത്തോടെ മാറ്റിക്കളയാറാണ്. ആ സമയത്ത് ഇപ്പോൾ മലറിൻ്റെ കവിളിൽ ഉമ്മ കൊടുക്കുവാണ്. ഒരു വേലക്കാരിയുടെ മകളെന്നതിനപ്പുറം യാതൊരു വിലയും മലറിന് ഇതുവരെ മേഘ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മേഘ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, മതി, ഒരുപാട് സമയമായി. എന്നിട്ട് കോൺസ്റ്റബിളിനോട് മേഘയെ വിളിച്ചുകൊണ്ടുവരാൻ പറയുകയാണ്. ആ സമയത്ത് എല്ലാവരെയും ഒന്നുകൂടെ നോക്കി കൈകൂപ്പിക്കൊണ്ട് മേഘ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൈകൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. ഞാനിപ്പോൾ പോവുകയാണ്, തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല മകളായിട്ട്, ചന്ദ്രികയ്ക്കൊരു നല്ല സഹോദരിയായിട്ട്, അങ്ങനെയായിരിക്കും ഞാൻ തിരിച്ചു വരിക. മേഘ കരഞ്ഞുകൊണ്ട് മഹേന്ദ്രനോടും ലക്ഷ്മിയോടും പറയുവാണ്. എല്ലാവരോടും സംസാരിച്ച് തീർത്തതിന് ശേഷമാണ് മേഘ പ്രിയയുടെ അടുത്തേക്ക് പോയിട്ട്
അവളോടൊന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുവാണ്. പിന്നീട് മനീഷിനെ നോക്കുന്നുണ്ട്. പിന്നെ മേഘയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാതെ അവളുടെ സങ്കടങ്ങളൊക്കെ അവൾ കണ്ണുനീരിലൂടെ ഒഴുക്കിക്കളയുവാണ്. ആ സമയത്ത് പോലീസുകാരൻ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, മതി, നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ, അവരെ കൂട്ടിക്കൊണ്ടുവാ. അപ്പോൾ അവർ വന്നിട്ട് മേഘയോട് കുറച്ചൊന്ന് ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. വാ, നിങ്ങളോട് എത്ര പ്രാവശ്യമായി വരാൻ പറയുന്നു, വാ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ചു വലിച്ചാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. മേഘയ്ക്കാണെങ്കിൽ പ്രിയയെ കണ്ടിട്ട് മതിയാവാത്തതുപോലെ അവിടെ തന്നെ നിന്നിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ചന്ദ്രികയും മലറിനെയും അമ്മയും അച്ഛനെയും സിദ്ധുവിനെയും ഒക്കെ. മേഘയ്ക്ക് പിന്നാലെ ഇത്തവണ കരഞ്ഞുകൊണ്ട് പ്രിയയാണ് പോകുന്നത്, പ്രിയക്ക് പിന്നാലെ മനീഷും. പക്ഷേ മേഘ അവിടുന്ന് പോയപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സങ്കടം തോന്നുവാണ്. ചന്ദ്രികയുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ ലക്ഷ്മിക്കും മഹേന്ദ്രനാണെങ്കിലും. കാരണം ഒരാൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവരോട് വെറുപ്പ് തോന്നേണ്ട ആവശ്യമില്ല. മേഘ പോലീസ് ജീപ്പിനൊക്കെ അടുത്തെത്തിയപ്പോഴേക്കും മനോഹരൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഘയെ കണ്ട സമയത്ത് അയാളുടെ മുഖം ആകെ വാടി നിൽക്കുകയാണ്. മനോഹരനോട് മേഘ ചോദിക്കുന്നുണ്ട്, എന്തിനാ മാമ വിഷമത്തോടെ നിൽക്കുന്നത്? ഞാനെന്താ വലിയ പുണ്യാളിത്യോ മറ്റോ ആണോ? ചെയ്ത തെറ്റിനല്ലേ ഞാനിപ്പോൾ ജയിലിലേക്ക് പോകുന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ഇത് ഞാൻ സ്വമനസ്സാലെ ഏറ്റെടുത്തതാണ്. നിങ്ങൾ മുത്തശ്ശിയെ സന്തോഷത്തോടെ നോക്കണം. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ, നീ ചെയ്തതിലും ഒരു നന്മയുണ്ട് മോളെ. മഹേഷ് എന്ന മൃഗത്തെ കൊന്നത് കാരണം ഇനി ചന്ദ്രികയ്ക്കും മലറിനും സിദ്ധുവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാം. ഏതെങ്കിലും ഒരു വഴിയിൽ ആ നന്മ നിനക്ക് ഉപകാരപ്പെടും. അപ്പോൾ മേഘ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് മാമൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഇനിയെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും മഹേഷിനെ ഭയക്കാതെ ചന്ദ്രികയ്ക്ക് സിദ്ധുവിനൊപ്പം ജീവിക്കാൻ സാധിക്കട്ടെ. മഹേഷ് കാരണം അവളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായ സങ്കടങ്ങളൊക്കെ അവസാനിക്കട്ടെ. മഹേഷിനെ കൊന്ന പാപവും എന്നോട് കൂടെ തന്നെ പോവട്ടെ. മേഘ ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ പ്രിയ പിന്നാലെ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എവിടെയാ അമ്മ പോകുന്നത്? അപ്പോൾ മേഘ വീണ്ടും മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, അമ്മ ജയിലിലേക്ക് പോവാണിടാ. അമ്മ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊക്കെ ശിക്ഷ കിട്ടണ്ടേ അമ്മയ്ക്ക്? അപ്പോൾ പ്രിയ കരഞ്ഞോണ്ട് ചോദിക്കുകയാണ്, അമ്മ എപ്പോഴാണ് അമ്മ തിരിച്ചു വരിക? അറിയില്ലടാ, അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ മോൾക്ക് നല്ലൊരു അമ്മയായിട്ടായിരിക്കും ഇനി അമ്മ തിരിച്ചു വരിക. മേഘ പ്രിയയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അതിനുശേഷം മനീഷിനെ നോക്കിക്കൊണ്ട് അവനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞപ്പോഴൊന്നും ഞാൻ അനുസരിച്ചില്ല, പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ജയിലിലേക്ക് പോകുന്നതാണ് ശരി. ഇനി പ്രിയയെ നീ വേണം വളർത്താൻ. ഇതുവരെ ഞാൻ പ്രിയയ്ക്ക് നല്ലൊരു അമ്മയായിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് പ്രിയയുടെ മുന്നിൽ നല്ലൊരു അമ്മയും അച്ഛനും നീ തന്നെ ആവണം. മേഘ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസുകാരൻ വീണ്ടും പറയുന്നുണ്ട്, സമയം ഒരുപാടായി, വണ്ടിയിൽ കയറ്. അത് കേട്ടപ്പോൾ മേഘ ഒന്നുകൂടെ കരഞ്ഞുകൊണ്ട് പ്രിയയെ ചേർത്ത് പിടിച്ച് കരയുകയാണ്. മനീഷ് മറുത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല മേഘയോട്. അതുപോലെ മനോഹരനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അമ്മയും മകളും തമ്മിലുള്ളൊരു സ്നേഹപ്രകടനമായിരുന്നു അവിടെ വെച്ച്. പരസ്പരം രണ്ടുപേരും കരയുവാണ്. അവസാനം പോലീസുകാർ മേഘയും ജീപ്പിൽ കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മുൻപ് മലർ കരഞ്ഞതുപോലെ ഇത്തവണ പ്രിയയാണ് കരയുന്നത്, അമ്മയെ കൊണ്ടുപോലെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മേഘയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് പോയി. അതേസമയം പൂജ ഓടിക്കതച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ശരവണൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ എന്താ ഇങ്ങനെ ഓടിക്കതച്ചുകൊണ്ട് വരുന്നത്? അച്ഛാ, ഞാൻ ഏട്ടനെ കാണാൻ വേണ്ടി കോടതിയിലേക്ക് പോയതായിരുന്നു. എന്നിട്ട് കോടതിയിൽ വെച്ചിട്ട് ഏട്ടൻ മേഘ ചേച്ചിയെയും അവരുടെ മകളായിട്ടുള്ള പ്രിയയും വെട്ടാൻ വേണ്ടിയിട്ട് അരിവാൾ കൊണ്ടുവന്നു. അത് കേട്ട് ശരവണനാകെ ഷോക്കായി പോയി. അയാൾ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ നീ പറഞ്ഞത്? ദൈവമേ, എന്നിട്ട് മേഘയ്ക്കും പ്രിയയ്ക്കും എന്താ സംഭവിച്ചത്? ഭാഗ്യം കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല അച്ഛാ. കൃത്യസമയത്ത് ചന്ദ്രിക അവർക്കിടയിലേക്ക് വന്ന് മേഘയെയും പ്രിയയും അവർ രക്ഷിച്ചു അച്ഛാ. കോടതിയിൽ വെച്ച് കണ്ട ആ ഒരു കാര്യം പൂജയെ ചെറുതായിട്ടൊന്നുമല്ല, നന്നായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അവൾ അച്ഛനോടും പറയുന്നത്. അവിടെ വെച്ച് മേഘയ്ക്കും പ്രിയയ്ക്കും നേരെ സുരേന്ദ്ര വാക്കത്തി അരിവാൾ വീശിയതും ആ അരിവാൾ നേരെ ചന്ദ്രികയുടെ കൈക്ക് വെട്ടുകൊണ്ടതുമായ കാര്യങ്ങൾ മുഴുവൻ അച്ഛനോട് പറഞ്ഞ് അവൾ പൊട്ടിക്കരയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരവണനും കരഞ്ഞോട് പറയുന്നുണ്ട്, ഈ സുരേന്ദ്രൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോളെ? ഒരു ഷോക്ക് മാറും മുന്നേ ശരവണനോട് വീണ്ടും പൂജ പറയാണ്, അച്ഛാ, ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? മഹേഷിനെ കൊന്നത് ചന്ദ്രികയല്ല അച്ഛാ, പിന്നെ വേറെ ആരാ? നമ്മുടെ മേഘ ചേച്ചിയാണ് അച്ഛാ. അതും പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയാണ്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. അത് കേട്ടപ്പോൾ ശരവണൻ വീണ്ടും തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അയാൾ നെറ്റിയിൽ കൈയടിച്ചുകൊണ്ട് പറയാണ്, എന്തൊക്കെയാ പൂജ നീ പറയുന്നത്? അതെ അച്ഛാ, മഹേഷിനെ ഞാനാണ് കൊന്നത് എന്നും പറഞ്ഞിട്ട് മേഘ ചേച്ചി കോർട്ടിൽ സറണ്ടറായി. അത് കേട്ടതും അയാൾ തലയിൽ തല്ലി കരയുവാണ്. ഒരു കുഞ്ഞിനെ പോലെ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ദൈവമേ, എന്തൊക്കെ നടക്കരുത് എന്ന് ആഗ്രഹിച്ചോ അതൊക്കെ നടന്നു. എന്നിട്ട്
ഇപ്പോൾ മേഘ എവിടെയാ മോളെ ഉള്ളത്? മേഘ ചേച്ചിയെ റിമാൻഡ് ചെയ്തു കോടതി. അയാൾ മേഘയെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ചന്ദ്രികയും എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരതി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ലക്ഷ്മി. ആരതി കൊണ്ടുവന്നിട്ട് ചന്ദ്രികയോടായിട്ട് അവർ പറയുന്നുണ്ട്, ഇതുവരെ നിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കണ്ടകശനികളും ഒഴിഞ്ഞു പോയി ചന്ദ്രിക. ഇനി നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. വലതു കാലെടുത്ത് വെച്ച് അകത്തേക്ക് പോമോളെ. സിദ്ധു നീയും എന്ന് പറഞ്ഞിട്ട് മലറിനെയും സിദ്ധുവിനോടും കൂടി ചന്ദ്രയ്ക്കൊപ്പം അകത്തേക്ക് കയറാൻ വേണ്ടി പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും അതുപോലെ വാസുവും ജാനകിയും ഒക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ 3 പേരും ഒന്നിച്ചാണ് അകത്തേക്ക് വലതു കാലെടുത്ത് വെച്ച് കയറുന്നത്. പിന്നീട് ജാനകിയുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. പിന്നെ നേരെ പൂജാമുറിയിൽ പോയിട്ട് ചന്ദ്രിക തന്നെയാണ് പൂജയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം മുത്തശ്ശൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. മുത്തശ്ശൻ അവളെ നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് വാതിലിന് പുറത്തായിട്ട് മുത്തശ്ശിയും അതുപോലെ തന്നെ മനോഹരനും വന്ന് നിൽക്കുകയാണ്. അവർ ഭയന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, വിളിച്ചോ? അപ്പോൾ പേടിച്ചുകൊണ്ട് അവർ വിളിക്കുകയാണ്, ചന്ദ്രിക. അവരെ രണ്ടുപേരെയും പുറത്ത് കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ചെറുതായിട്ടൊരു ദേഷ്യം നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രിക ഓടി വന്നിട്ട് പറയുന്നുണ്ട്, വാ മുത്തശ്ശി വാ, അകത്തേക്ക് വാ. പക്ഷെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറാൻ മടിച്ച് പുറത്തു തന്നെ നിൽക്കുവാണ്. അപ്പോഴേക്കും എല്ലാവരും അവിടെ ചന്ദ്രികയ്ക്കൊപ്പം വന്ന് നിൽക്കുന്നുണ്ട്. ചന്ദ്രിക ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ പുറത്തു തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. അപ്പോൾ അവർ തലതാഴ്ച സങ്കടത്തോടെ പറയാണ്, ഇല്ല മോളെ, ഈ വീട്ടിലേക്ക് കയറാൻ ഒരർഹതയില്ലാത്ത ഒരുത്തിയാണ് ഞാൻ ഇവിടെ വന്നത് മാപ്പ് ചോദിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇവിടെ താമസിക്കാനല്ല. ഞാനും മനോഹരനും കൂടി എൻ്റെ ഗ്രാമത്തിലേക്ക് പോവാമെന്നാണ് കരുതുന്നത്. അവർ വിഷമത്തോടെ തലതാഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇത് നിങ്ങളുടെയും കൂടി വീടാണ്. നിങ്ങൾക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം. അകത്തേക്ക് വാ ധൈര്യത്തോടെ. അത് കേട്ടപ്പോൾ ലക്ഷ്മിയും തലയാട്ടുന്നുണ്ട്. അവർക്കും വലിയ വിഷമമൊന്നുമില്ല മുത്തശ്ശി അകത്തേക്ക് ക്ഷണിക്കുന്നതിൽ. അപ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയാണ്, ഇത് നിങ്ങളുടെ കൂടി വീടാണെന്ന് നീ ഇത്ര സന്തോഷത്തോടെ പറയുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അതിനിപ്പോൾ യാതൊരു അർഹതയുമില്ലാത്തവളായി ഞാൻ മാറിക്കഴിഞ്ഞു. എന്നിട്ട് മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ അവർ പറയാണ്, നിന്റെ മുത്തശ്ശൻ ത്യാഗരാജൻ എൻ്റെ അച്ഛൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് പ്രകാരം നിറഗർഭിണിയായി എന്നെ ഇവിടെ താമസിക്കാൻ വേണ്ടി അനുവദിച്ചതായിരുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് സത്യസന്ധയായിരുന്നില്ല. എൻ്റെ വയറ്റിൽ പിറന്ന കുഞ്ഞ് ഈ വീടിൻ്റെ അവകാശിയാവണമെന്ന് ഞാൻ വല്ലാതെ വ്യാമോഹിച്ചു. അതുകൊണ്ട് ലക്ഷ്മി നിന്നെ പ്രസവിച്ച സമയത്ത് അവൾ പോലും അറിയാതെ നിന്നെ എടുത്തോണ്ട് വന്ന് ക്ഷേത്രത്തിൽ അനാഥയാക്കി വിട്ടത് ഞാനാണ്. അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം ചന്ദ്രിക ആരാണ് മാറ്റിയത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇന്ന് മുത്തശ്ശി സ്വന്തം നാവ് കൊണ്ട് തന്നെ പറയാണ്, അവരാണ് ചന്ദ്രികയെ ലക്ഷ്മിയിൽ നിന്നും മാറ്റിയത് എന്ന്. അത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.